ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ സൗണ്ടിന് ഇന്നൊരു ചെറിയ മാറ്റമുണ്ട്. പനിയൊക്കെ ആയതുകൊണ്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചിക്കൻ പക്കോടൻ്റെ റെസിപ്പീൻ്റെ വീഡിയോ ഒന്ന്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു 5-6 പീസ് ചിക്കനും കൂടെ എല്ലാം ഒന്നും ഇല്ലാത്ത ചിക്കനാണ്. ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അത് വേവിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു സാധാരണ ഒരു ഉള്ളിയൊക്കെ മതിയാവും. ഇതിപ്പോൾ ഒരു 5-6-7 കഷ്ണം ചിക്കൻ്റെ പീസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 7 കൂടെ കുറേ ആളെല്ലുള്ളിടത്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ 7 കൂടുതൽ പീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 സവാളയൊക്കെ എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാനൊരു സാധാരണ ഒരു സവാള തന്നെ എടുത്തത്. അതും പിന്നെ ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പിന്നെ ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ആ മുളക് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇത് ചെറിയ പിള്ളേരൊക്കെ ഉള്ളിടത്ത് കുരുമുളകും മുളകെല്ലാം കുറേ ഇട്ടെങ്കിൽ അവർക്ക് അത് തിന്നാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവരത് തിന്നില്ല. അതിൽ നുള്ളി കളയുന്ന നേരം കൊണ്ട് എല്ലാം കൂടി പോകും. അപ്പോൾ ഇവിടെ ചെറിയ കുഞ്ഞെല്ലുള്ളതുകൊണ്ട് മോനെല്ലാം ഉള്ളതുകൊണ്ട് എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാനും എരിയുന്നതൊന്നും അങ്ങനെ ചിക്കൻ്റെതെല്ലാം ആകുമ്പം ചെറിയ മക്കൾ വലിയ തിന്ന നല്ല ഇത് കാണിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ മുളകൊന്നും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ആ ചെറിയ ഉള്ളി ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മൾ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്യുമ്പോൾ എടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഞാനല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോയ സമയത്ത് എൻ്റെ മൂത്തവൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഓൻ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അടുത്ത് നിന്നെല്ലാം പറഞ്ഞു കൊടുത്തു ഓനാണ് ഉണ്ടാക്കുന്നുള്ളത്. അങ്ങനെ ഓൻ ഉണ്ടാക്കുമ്പോൾ നല്ലതല്ല, അങ്ങനെയെല്ലാം ഉണ്ടാക്കി പഠിച്ചാൽ അവരവർക്ക് തന്നെ നല്ലതല്ലേ വെച്ച് ഞാനും വിചാരിച്ച് ഉണ്ടാക്കിട്ടു. അങ്ങനെ ആ ഉള്ളിയും ഇതെല്ലാം മുറിച്ചിട്ട് അതിനെ കൊണ്ട് അതെല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അപ്പോൾ അതിൽ നമ്മൾ ചിക്കനിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ടാകുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിയെല്ലാം ഇടുമല്ലേ അതിൽ, അപ്പോൾ നമ്മൾ ഉപ്പ് തികയാതെ വരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും അതിൻ്റെയൊക്കെ തന്നെ 2 ടേബിൾ സ്പൂൺ അതേ അളവിൽ തന്നെ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് റവ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ലോണം മാവ് ഇട്ട് കൊടുക്കുന്ന പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നവർക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണമായാലും ഈ പക്കവട എങ്ങനെയുള്ള പറയുന്ന സാധനത്തിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായില്ല. വെറും ഈ പിന്നെ പൊടീൻ്റെ തന്നെ ഇങ്ങനെ പുട്ടാണൊക്കെ ഉണ്ടാവും. എന്ത് പറയലെന്ന് എനിക്കറിയില്ല. പുട്ടുപോലെ വെച്ചാൽ ഇങ്ങനെ കട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിക്കാണ്ട് കുറച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനെല്ലാം ഒന്നിച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. വെള്ളമൊന്നും വയ്ക്കണ്ട. ആ ചിക്കൻ്റെ ഇതിൻ്റെ നനവിൽ തന്നെ അത് ഇതാവും. പിന്നെ ഒരു അപ്പുറത്തിൽ ഒരു പാത്രത്തിൽ ഒരു ചട്ടിയിൽ എണ്ണയും കൂടെ ചൂടാക്കാൻ നോക്കും. ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കും. ഓനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉണ്ടയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പരത്തിയിട്ടിട്ട് കൊടുക്കുക, അല്ല വെറുതെ ഇങ്ങനെ ഒരു ഷേപ്പൊന്നും ഇല്ലാണ്ട് ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. എങ്ങനെ തിന്നാലും ഇതിന് ടേസ്റ്റ് തന്നെ. പിന്നെ ഇങ്ങനെ ചൂടായ എണ്ണ നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.